ട്രംപ് മുതലാളി സമയം കൊടുത്തതാണ്. ഇവന്മാർക്കിടയിൽ ഒരു യോജിപ്പിലുണ്ട്, അവരാദ്യം തീരുമാനിച്ചു വരട്ടെ, അതുകൊണ്ട് മാത്രമാണ് മുതലാളി തോറ്റു കൊടുത്തത് എന്ന മറ്റുള്ളൊരു കഥ വരുന്നു. സ്ഥിരമായിട്ട് ഈ അമേരിക്കയിൽ നിന്നുള്ള വാർത്തകൾ, മിക്കവാറും ശരിയായിട്ടുള്ള വാർത്തകൾ അടിക്കുന്ന ഒരു സാധനം ആക്സിയോൺ എന്ന് പറഞ്ഞൊരു സൈറ്റുണ്ട്. ഈ ആക്സിയോൺ തൊട്ട് പിന്നാലെ വിശദമായൊരു വാർത്ത അടിച്ചു. വാൾസ്ട്രീറ്റ് ജേർണൽ ഫ്രം ദ സോഴ്സസ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് ട്രംപ് ഈ തീരുമാനത്തിലേക്ക് എത്തിയത്, ഇറാനിൽ സംസാരിക്കാൻ ഒരാൾ പോലുമില്ല. പെഷസ്ക്യാനും അതുപോലെ തന്നെ അവരുടെ ഖാലിബാഫ്, അവരുടെ പാർലമെൻറ്റിൻ്റെ സ്പീക്കറും അതുപോലെ തന്നെ അരാക്ചിയൊക്കെ ഹൗസ് അറസ്റ്റിലാണോ എന്ന മട്ടിലൊക്കെ കഥകൾ. ഇതൊക്കെ സ്റ്റോറീസാണ്. പക്ഷേ കഥ എൻഡ് ഓഫ് ദ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അമേരിക്ക അനിശ്ചിതകാലത്തേക്ക് വെടിനിർത്തലിന് നിർബന്ധിതരായി എന്നുള്ളതാണ്. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യാൻ പറ്റാത്തൊരു ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. അതിൻ്റെ അർത്ഥം ഇറാന് വളരെ സൗകര്യമായൊരവസ്ഥയാണെന്നല്ല. പ്രശ്നം ഖാർഗ് ദ്വീപിലാണ് ഇറാൻ്റെ എണ്ണ കയറ്റുമതി നടക്കുന്ന സ്ഥലം. അവിടെയാണ് ഈ സാധനങ്ങൾ മുഴുവൻ എണ്ണയുടെ എക്സ്കവേഷനൊക്കെ നടത്തി ഇത് ഖാർഗിൽ കൊണ്ടുവന്ന് ഇത് കപ്പലുകളിൽ കയറ്റി അയക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഖാർഗിൽ ഏപ്രിൽ 13 അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ ദിവസം പിന്നെ അവർക്ക് അവിടെ ശേഖരിക്കാൻ പറ്റുന്ന സ്ഥലം ആകെ 13 ബില്യൺ ബാരൽ എണ്ണ മാത്രമേ ശേഖരിക്കാൻ പറ്റുമായിരുന്നുള്ളൂ. ഏപ്രിൽ 13 ഈ 13 ബില്യൺ ബാരൽ എണ്ണ ശേഖരിക്കാനുള്ള സമയം എന്താ? ഒരു ദിവസം 1 ബില്യൺ വെച്ച് 13 ദിവസം. ഏപ്രിൽ 13, അത് കഴിഞ്ഞാൽ ഏപ്രിൽ 26. ഏപ്രിൽ 26-ാം തീയതിയാണ് ഡെഡ് ലൈൻ, ഈ ഞായറാഴ്ച. ഈ ഞായറാഴ്ചയോട് കൂടി ഇറാൻ്റെ കയ്യിലുള്ള അവർ കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന സമ്പുഷ്ടീകരിച്ച എണ്ണ, എടുത്തു വരുന്ന എണ്ണ ഒന്നെങ്കിൽ കപ്പലുകളിൽ കൊടുത്തേക്കണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ശേഖരിച്ച് വെക്കണം. അവരുടെ ശേഖര ടാങ്കുകൾ മുഴുവൻ ഫില്ലാവുകയാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ പുതിയൊരു വാർത്ത, നാഷ എന്ന് പറഞ്ഞൊരു പഴയ ഓയിൽ ടാങ്കർ, അത് ഉപയോഗിക്കാതെ അവിടെ കിടക്കുമായിരുന്നു. അത് വളരെ കഷ്ടപ്പെട്ട് വലിച്ച് ഖാർഗ് തീരത്ത് കുറച്ചുകൂടി അടുപ്പിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കപ്പാസിറ്റി 2 ബില്യൺ ബാരലാണ്. എന്ന് വെച്ചാൽ 2 ദിവസം കൂടെ നീട്ടി കിട്ടും. ഏപ്രിൽ 26 നിന്ന് 2 ദിവസം കൂടെ. അത് കഴിഞ്ഞാലോ ഈ പലരും പറയുന്നത് ഇറാൻ്റെ അവിടെയുള്ള എണ്ണ കുഴിച്ചെടുക്കുന്ന പരിപാടി കണ്ടിന്യൂസ് ആയിട്ട് നടത്തിയില്ലെങ്കിൽ, തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ എണ്ണക്കിണറുകൾ പിന്നെ നിങ്ങൾക്ക് മര്യാദയ്ക്ക് എക്സ്കവേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കേടായിപ്പോവും. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമാണ്. അമേരിക്കയ്ക്കാണെങ്കിൽ ലോകം മുഴുവൻ ഇങ്ങനെ 2 ചെക്ക് പോസ്റ്റ് വെച്ച് കളിച്ചുകൊണ്ടിരുന്നാൽ അവരുടെ ഘടകകക്ഷികൾ, അവരുടെ ഘടക രാജ്യങ്ങൾ ഇവരെല്ലാം പെട്ടുപോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ ഒരു ഷോ ഡൗണിലേക്ക് ഇറാൻ പോകാനുള്ളൊരു വലിയ സാധ്യതയുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ മറ്റൊരു സംഭവം കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇറാനിലെ ഒരു ഒഫീഷ്യൽ സൈറ്റല്ല, ഇറാൻ്റെ വേറൊരു ഇറാൻ വാർത്തകളൊക്കെ ഒരു ട്വിറ്റർ അക്കൗണ്ട്, ഇറാൻ്റേതെന്ന് പറയുന്നൊരു ട്വിറ്റർ അക്കൗണ്ട്, അവർ ഹോർമൂസ് സ്ട്രെയ്റ്റ് വഴിയുള്ള കടലടിയിലുള്ള ഇൻ്റർനെറ്റ് കേബിളുകളുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ മാപ്പ് 5 പ്രധാനപ്പെട്ട കേബിളുകളാണ് പോകുന്നത്. ഈ 5 എണ്ണം കട്ട് ചെയ്താൽ ഗൾഫിൽ ഇൻ്റർനെറ്റ് ബ്ലാക്ക് ഔട്ടാണ്. ഗൾഫിലെ, അതായത് ദുബായ് പോലെയുള്ള വലിയ ഇൻഡസ്ട്രിയൽ സാമ്രാജ്യങ്ങൾ അതോടുകൂടി തീരും. അപ്പോൾ എന്തൊക്കെയോ വലിയ അന്തിമ പരിപാടിക്ക് ഇറാൻ ഒരുങ്ങുന്നതായുള്ള ചില സൂചനകൾ നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. അമേരിക്കയാണെങ്കിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു പ്രശ്നമില്ല, എപ്പം വേണമെങ്കിലും യുദ്ധം നടക്കും, യുദ്ധം നടത്താതിരിക്കാം, പക്ഷേ ഒരൊറ്റ കപ്പൽ പോലും പുറത്തേക്ക് വിടില്ല എന്ന ഒരു നിലപാടിലാണ് അമേരിക്ക നിൽക്കുന്നത്. അപ്പോൾ ഒരു 2 പേര് മുഖാമുഖം നിൽക്കുന്നു. ആര് അല്പം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും എന്നുള്ളത് നമുക്ക് പ്രവചിക്കാനേ പറ്റുന്നില്ല. അമേരിക്ക മാത്രമല്ല, ഇറാനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുണ്ട്. ഇപ്പോൾ അമേരിക്കയ്ക്ക് ലോകത്തിലെ പല കാര്യങ്ങളും നോക്കണം. എണ്ണവില ഇപ്പോൾ കുറച്ച് കുറഞ്ഞ് നിൽക്കുകയാണ് താരതമ്യേന. അത് ദിവസം കഴിയും തോറും കൂടാനേ സാധ്യതയുള്ളൂ.